വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ എക്സാം ടൈം ആണ്. ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുമക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്റഗ്രേഷനിൽ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്, അതിന്റെ ഉത്തരങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം. ദാ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, പലഹാരങ്ങൾ തരംതിരിക്കും അല്ലെ. ഉറപ്പായിട്ടും ഈ ഒരു തരത്തിലുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് ആഹാര സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ദോശ, പുട്ട്, കുഴലപ്പം, പഴംപൊരി, ചപ്പാത്തി, പത്തിരി, നൂലപ്പം, ഓട്ടട, അച്ചപ്പം, കൊഴുക്കട്ട, ഉണ്ണിയപ്പം, ഇലയട അല്ലെ. ഇത്രയും സാധനങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതാണ്. ദാ ഇവിടെ നിങ്ങളുടെ ടീച്ചറെ പോലെ ഒരാളുണ്ട് അല്ലെ. എന്നിട്ട് പറയാണ്, ആവിയിൽ വേവിക്കുന്നവയും ചുട്ടെടുക്കുന്നവയും വറുത്തെടുക്കുന്നവയും തരംതിരിച്ചു വെക്കണേ. അപ്പൊ ആവിയിൽ വേവിക്കുന്നത് ഏതൊക്കെയാണ്, ചുട്ടെടുത്തത് ഏതൊക്കെയാണ്, വറുത്തെടുത്തത് ഏതൊക്കെയാണ്, ഇത് മൂന്നുമായിട്ട് ഇതിനെ നമ്മൾ ഇതാ ഈ കാണുന്ന പട്ടികയിലേക്ക് എന്ത് ചെയ്യണം? തരംതിരിച്ച് മാറ്റി എഴുതണം. നോക്കിയേ, നിങ്ങൾ നടുവിൽ മാത്രം കൊടുത്തിട്ടുണ്ട് ചുട്ടെടുക്കുന്നവ. അപ്പൊ രണ്ട് സ്ഥലത്തുള്ള തലക്കിട്ട് നമ്മൾ കൊടുക്കണം അല്ലെ. ഒന്ന് നമുക്ക് എന്ത് എഴുതാം? ആവിയിൽ വേവിക്കുന്നവ അല്ലെ. ആവിയിൽ വേവിക്കുന്നവ, ആവിയിൽ വേവിക്കുന്നവ ഒരെണ്ണം കൊടുക്കാം. അടുത്ത ലാസ്റ്റ് എന്തായിരിക്കും? ചുട്ടെടുത്തത് കഴിഞ്ഞാൽ പിന്നെ വറുത്തെടുത്തവ അല്ലെ. വറുത്തെടുത്തവ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഇതിനനുസരിച്ച് എന്ത് ചെയ്യണം? എഴുതി ചേർക്കണം അല്ലെ. അപ്പൊ ആദ്യം തന്നെ നോക്കിയേ, നിങ്ങൾ ദോശ, പുട്ട്, കുഴലപ്പം ഉണ്ട് അല്ലെ. അപ്പൊ ദോശ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യാറാണ്? ചുട്ടെടുക്കാറാണ്. പുട്ട് നമ്മൾ എന്ത് ചെയ്യാറാണ്? ആവിയിൽ വേവിക്കാറാണ് അല്ലെ. കുഴലപ്പം എന്ന് പറയുന്നത് നമുക്ക് എണ്ണയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? വറുത്ത് എടുക്കുന്നതാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു? എഴുതിയിട്ടുണ്ട്. അടുത്ത നോക്കിയേ, പഴംപൊരിയും ചപ്പാത്തിയും പത്തിരിയും ഉണ്ട് അല്ലെ. അപ്പൊ പഴംപൊരി നമുക്കറിയാം നമ്മുടെ എന്താണ്? ആവിയിലൊന്നും അല്ലാതെ അത് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ്. പിന്നെ കൂടെ ഉണ്ടായിരുന്നത് ചപ്പാത്തിയും പത്തിരിയുമാണ്. ചപ്പാത്തിയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറാണെടാ? ചുട്ടെടുക്കാറാണ് അല്ലെ. പത്തിരിയും അതെ നമ്മൾ ചുട്ടെടുക്കാറാണ്. അത് നമുക്ക് അവിടെ എഴുതി ചേർക്കാം. അടുത്ത നോക്കിയേ, നിങ്ങൾ നൂലപ്പം, ഓട്ടട, അതുപോലെ തന്നെ എന്താണ്? അച്ചപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നൂലപ്പം നമുക്കറിയാം നമ്മളിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കാറാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഓട്ടട നമ്മൾ എന്ത് ചെയ്യാറാണ്? ചുട്ടെടുക്കാറാണ് അല്ലെ. അട നമ്മൾ ചുട്ടെടുക്കാറാണ്. ഇനി ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇതാ അച്ചപ്പമായിരുന്നു. അച്ചപ്പം നമുക്കറിയാം അത് വറുത്തെടുക്കണം അല്ലെ. എണ്ണയിൽ വറുത്ത് തന്നെ എടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് കൊഴുക്കട്ട, ഉണ്ണിയപ്പം, ഇലയട. കൊഴുക്കട്ട എഗെയിൻ നമുക്കറിയാം ആവിയിൽ നമ്മൾ എന്ത് ചെയ്യാറാണ്? വേവിക്കാറാണ്. ഉണ്ണിയപ്പം ഈ പറഞ്ഞതുപോലെ വറുത്തെടുക്കണം അല്ലേടാ. എണ്ണയിൽ തന്നെ അത് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ വറുത്തെടുക്കേണ്ടതുണ്ട്. ഇനി ബാക്കി ഉണ്ടായിരുന്നത് ഇലയടയാണ്. ഇലയട നമ്മൾ എന്ത് ചെയ്യാറാണ്? ഇലയട സാധാരണ നമ്മൾ ആ ഇലയിലാക്കിയിട്ട് എന്ത് ചെയ്യാറാണെടാ? നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാറാണ് അല്ലെ. അപ്പൊ ഇലയട നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആവിയിൽ വേവിക്കുന്ന അവിടെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ആഹാര സാധനങ്ങളെ എന്ത് ചെയ്യേണ്ടത്? വേർതിരിച്ച് എഴുതേണ്ടത്. ഇത് ഒരു ചോദ്യം കൂടെ ഇവിടെ ബാക്കിയുണ്ട്. ഇതാ നോക്കിയേ, വേവിക്കാതെ കഴിക്കാവുന്ന രണ്ട് ആഹാര സാധനങ്ങളുടെ പേരെഴുതുക. ഇപ്പൊ നമുക്കറിയാം ഇവിടെ പറഞ്ഞിരുന്നത്, ആദ്യം തന്നിരുന്ന കുറെ ആഹാര സാധനങ്ങളെ നമ്മൾ തരം തിരിച്ചെഴുതിയതാണ് അല്ലെ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു പട്ടികയൊക്കെ തരും, ശ്രദ്ധിക്കണം മക്കള്. അതനുസരിച്ച് നമ്മൾ വേർതിരിച്ച് എഴുതിയതാണ്. അടുത്ത നമ്മളോട് ചോദിക്കുന്നത് വേവിക്കാത്ത ആഹാരങ്ങളാണ്. നമുക്കറിയാം നമ്മൾ എന്താണ്, ഇപ്പൊ ചോറിനൊക്കെ നമ്മൾ തൈര് കൂട്ടാറുണ്ട്, മോര് കൂട്ടാറുണ്ട്, സംഭാരം കുടിക്കാറുണ്ട്, സർബത്ത് കലക്കി കുടിക്കാറുണ്ട് അല്ലെ, പഴങ്ങൾ കഴിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താണ്? വേവിക്കാതെ കഴിക്കുന്നതാണ് അല്ലെ. ഇതിൽ ഏത് വേണമെങ്കിലും മക്കൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉത്തരമായിട്ട് എഴുതാം. ഇവിടെ ആകെ രണ്ട് ആഹാര സാധനങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതാ നമ്മളെല്ലാവരും കഴിക്കുന്ന തൈര്, അതുപോലെ മോര് അല്ലെ, ഈ രണ്ട് കാര്യങ്ങൾ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. മക്കൾക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇവിടെ ചേർക്കാട്ടോ. സാലഡ് ഒക്കെ നമ്മൾ എന്താണ്? വേവിക്കാതെ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇതിന്റെ ഉത്തരം എഴുതണം. അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താണ് പരീക്ഷയിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. അടിപൊളിയായിട്ട് എല്ലാ ചോദ്യങ്ങളും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യണം. അപ്പൊ അടിപൊളിയായിട്ട് എക്സാമും എഴുതാൻ പറ്റണം എല്ലാവർക്കും അല്ലെ. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാടാ. വീണ്ടും കാണാം. ബൈ.